കാരണം എന്താണ്? അമ്മയുള്ളിടത്ത് ആർക്ക് നിൽക്കാനാവില്ല? സാത്താന് നിൽക്കാനാവില്ല. സാത്താന്റെ തന്ത്രങ്ങളിൽ നിന്ന് അമ്മ സാത്താന്റെ തല തകർക്കുന്നവളാണ്. കാരണം അമ്മയുള്ളിടത്തെല്ലാം ഈശോയുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് സാത്താന്റെ തന്ത്രങ്ങളെ തകർക്കുന്നു. ഇനി ബൈബിൾ അവസാനിക്കുമ്പോൾ വെളിപാട് പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. വെളിപാട് 12:1 മുതൽ വായിക്കാമോ? സ്വർഗത്തിൽ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. ഇവിടെ നമ്മൾ കാണുന്ന ഇതാണ്. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവൾ എന്താണ്? പ്രസവ വേദനയാൽ പുലയുകയാണ്. ഇനി തൊട്ടടുത്ത് തന്നെ യോഹന്നാൻ മറ്റൊരു ദർശനം കണ്ടു. എന്താണ് ദർശനം? ഒരു മഹാസർപ്പം. ഈ സർപ്പം എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്? ഈ സ്ത്രീ ജന്മം നൽകുന്ന കുഞ്ഞിനെ നശിപ്പിക്കാനായി ഒരുങ്ങുകയാണ്. ഇങ്ങനെ കാത്തിരിക്കുകയാണ്, വിഴുങ്ങാൻ കാത്തിരിക്കുകയാണ്. തുടർന്ന് അടുത്ത അധ്യായങ്ങളിൽ നമ്മൾ വായിക്കും, ഈ സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞാരാണ്? ഈശോയാണ്. തുടർന്നുള്ള 13 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ വായിക്കും, സാത്താനെ തോൽപ്പിച്ച് ഈശോ ദൈവരാജ്യം സ്ഥാപിക്കും. അപ്പൊ ഈ സ്ത്രീ, സൂര്യനെ ഉടയാടയാക്കിയ ഈ സ്ത്രീ ജന്മം നൽകിയ ശിശു എന്ത് ചെയ്തെന്നാണ്? സാത്താനെ തോൽപ്പിച്ച് ദൈവരാജ്യം സ്ഥാപിച്ചു. ബൈബിള് തുടങ്ങിയപ്പോ നമ്മൾ കണ്ടു, ഒരു സർപ്പത്തിന്റെ തല തകർക്കുന്ന സ്ത്രീയെക്കുറിച്ചും സന്തതിയെക്കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് ബൈബിള് തുടങ്ങിയത്. ബൈബിൾ അവസാനിക്കുമ്പോഴും എന്ത് തന്നെയാണ്? സർപ്പത്തിന്റെ തല തകർക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചും സന്തതിയെക്കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ അവസാനിക്കുന്നത്. അപ്പോൾ ബൈബിൾ മുഴുവൻ ഒറ്റ കാര്യമാണ്. എന്താണ്? സാത്താനെ തോൽപ്പിച്ച് ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന്റെ ചരിത്രമാണ്, രക്ഷാകര ചരിത്രമാണ് എവിടെയുള്ളത്? ബൈബിളിലുള്ളത്. ഈ സാത്താനെ തോൽപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചവളാണ് ആര്? പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് സാത്താന് അമ്മ ഭയകാരണമാകുന്നത്. കൂടാതെ കർണാടക പറയുന്നത്, പരിശുദ്ധ അമ്മയുടെ നാമം കേൾക്കുമ്പോൾ പൈശാചിക ശക്തികൾ ഉറച്ചു പോകുന്നതാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം, കത്തോലിക്ക സഭയിൽ സാത്താൻ ഏറ്റവും ശക്തമായി ആക്രമിക്കുന്ന 2 ആത്മീയ ആയുധങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് വിശുദ്ധ കുർബാനയും മറ്റൊന്ന് പരിശുദ്ധ അമ്മയുമാണ്. കാരണം ഇത് രണ്ടും കത്തോലിക്ക സഭയുടെ ഏറ്റവും ശക്തമായ 2 ആയുധങ്ങളാണെന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിലും ആർക്ക് മനസ്സിലാവും? സാത്താന് മനസ്സിലാവും. വിശുദ്ധ കുർബാനയുടെ പവർ എന്താണെന്ന് നമുക്കറിയില്ല. നിരന്തരം വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും കാണുകയും ചെയ്യുന്ന നമുക്ക് അതിന്റെ ശക്തി എന്താണെന്ന് മനസ്സിലാവില്ല. പക്ഷേ സാത്താന് നന്നായിട്ടറിയാം. നിരന്തരമായി പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവെന്ന് അഭിമാനിക്കുന്ന നമുക്ക് ഈ അമ്മയുടെ ശക്തി എന്താണെന്ന്, പവർ എന്താണെന്ന് തിരിച്ചറിയില്ല. പക്ഷെ സാത്താന് നന്നായിട്ട് അറിയാം. കാരണം അമ്മയുള്ളിടത്ത് ആർക്കും നിൽക്കാനാവില്ല, സാത്താന് നിൽക്കാനാവില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങൾ ഈ 2 ആത്മീയ ആയുധങ്ങളുടെ ശക്തമായ കാവൽ ഏർപ്പെടുത്താൻ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ജോൺ പോൾ മാർപ്പാപ്പ മാതാപിതാക്കളോട് പറഞ്ഞത്, മാതാപിതാക്കളെ നിങ്ങളുടെ കുടുംബങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. തിരുക്കുടുംബത്തെ സംരക്ഷിച്ച അമ്മ നിങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈശോയെ സംരക്ഷിച്ച അമ്മ നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മൾ ഈ 2 കാര്യങ്ങളിൽ യാതൊരു കോംപ്രമൈസിനും തയ്യാറാവരുത്. വിശുദ്ധ കുർബാനയിലും പരിശുദ്ധ അമ്മയോടുള്ള ബന്ധത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ, അവരെ ചേർത്ത് നിർത്താൻ നിങ്ങൾ ശക്തമായി ശ്രമിക്കണം. 3ാമത്തെ ആത്മീയ ആയുധം ദൈവത്തിന്റെ വചനമാണ്. ഈ വർഷം എന്താണ്? വചനവർഷമാണ്, അല്ലെ? വചനവർഷമാണ്. അപ്പൊ 3ാമത്തെ ശക്തമായ ആത്മീയ ആയുധം ദൈവത്തിന്റെ വചനമാണ്. നമ്മള് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 11-ാം വാക്യം. എഫേസോസ് 6:11. എഫേസോസ് 6:11. പെട്ടെന്ന്.
സാത്താന്റെ കുടിലതന്ത്രങ്ങളെ ചെറുത്തു നിൽക്കുന്നതിന് ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും നിങ്ങൾ ധരിക്കുകയും. ഇനി 17-ാം വാക്യം വായിച്ചേ. ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കണം. ആദ്യം പൗലോസ് പറയുകയാണ്, സാത്താന്റെ കുടിലതന്ത്രങ്ങളെ ചെറുത്തു നിൽക്കുന്നതിന് ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും നിങ്ങൾ ധരിക്കുക എന്ന് പറഞ്ഞിട്ട് എടുക്കണമെന്ന് പറയുന്ന ആത്മീയ ആയുധമാണ് എന്ത്? ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ കയ്യിലെടുക്കണം. ഇവിടെ ഒരു വചനത്തെ കുറിച്ച് ഫെബ്രുവരി ലേഖനം 4:12 പറയുന്നതാണ്, ദൈവവചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ശക്തമായ ആത്മീയ ആയുധമാണ്. സാത്താനെതിരെയുള്ള ഏറ്റവും ശക്തമായ ആത്മീയ ആയുധമാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 2:14. 1 യോഹന്നാൻ 2:14 വായിക്കണം. 1 യോഹന്നാൻ 2:14. യുവാക്കന്മാരെ, കുഞ്ഞുങ്ങളോടാണ്. യുവാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. എന്താണ്? നിങ്ങൾ ശക്തന്മാരാണ്, ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ യുവാക്കളോട്, കുഞ്ഞുങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ശക്തന്മാരാണ്. എന്താണ് ഈ ശക്തിയുടെ കാരണം? തൊട്ടടുത്ത വാക്യത്തിൽ പറയുകയാണ്, ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങൾ ആരെ ജയിക്കുന്നു? ദുഷ്ടനെ ജയിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ദുഷ്ടനെ ജയിക്കാനുള്ള, സാത്താനെ ജയിക്കാനുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ് എന്ത്? ദൈവത്തിന്റെ വചനം. അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞുങ്ങളോട് പറയും, നിങ്ങൾ പഠിക്കാൻ ഇരിക്കുന്നതിന് മുമ്പ് ബൈബിളിലെ ഒരധ്യായം വായിച്ച് പ്രാർത്ഥിച്ചിട്ട് പഠിക്കാനിരുന്നാൽ നിങ്ങളുടെ പഠനത്തെ ഇരട്ടി അഭിഷേകത്തോടെ ദൈവം അനുഗ്രഹിക്കും. കാരണം എന്താണ്? ഈ വചനം, ഈ ദൈവഭക്തിയാണ് എല്ലാ ജ്ഞാനത്തിന്റെയും ഉറവിടവും ആരംഭവും. അതുകൊണ്ട് നിങ്ങളുടെ ടേബിളിൽ, നമ്മൾക്കറിയാം ഈ ബൈബിൾ ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, ഈ വചനം നമ്മൾ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയും, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ ബൈബിൾ മുഴുവൻ ആരെ കുറിച്ചാണ് പറയുന്നത്? ഈശോയെ കുറിച്ചാണ്, വചനത്തെ കുറിച്ചാണ്. അതുകൊണ്ടാണ് നമ്മുടെ പള്ളിയിൽ ദൈവത്തിന്റെ 2 സാന്നിധ്യങ്ങളുണ്ട്. എന്തിനാ നമ്മുടെ മദ്ബഹായിൽ നമ്മൾ 2 മേശ വെച്ചിരിക്കുന്നത്? ബലിപീഠമുണ്ട്, അതിന് തൊട്ടടുത്ത് ഈ ഏവൻഗേലിയൻ മേശയും വെച്ചിട്ടുണ്ട്, അല്ലേ? ഒന്നിൽ ഈശോയുടെ തിരുശരീരത്തിന്റെ സാന്നിധ്യമുണ്ട്, മറ്റൊന്നിൽ ആരുടെ സാന്നിധ്യമുണ്ട്? വചനത്തിന്റെ സാന്നിധ്യമുണ്ട്. ഈശോയുടെ ശരീരത്തിന്റെ സാന്നിധ്യവും വാക്കിന്റെ സാന്നിധ്യവും എവിടെയുണ്ട്? പള്ളിയിലുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് ഈ ബൈബിൾ കയ്യിലെടുക്കുമ്പോൾ പോലും അത് നിനക്ക് അനുഗ്രഹമായി മാറും. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുക, ഈ ബൈബിളിനെ നീ ചുംബിക്കുമ്പോൾ പോലും അത് നിനക്ക് അനുഗ്രഹത്തിന് കാരണമായി മാറും. ഇപ്പൊ നമ്മുടെ ഈ ദൈവത്തിന്റെ വചനം, ഞാനോട് പറയാം, നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സ്റ്റഡി ടേബിളിൽ നിങ്ങൾ ഈ ദൈവത്തിന്റെ വചനം സൂക്ഷിക്കണം. നിങ്ങൾക്കൊരു പേഴ്സണൽ ബൈബിൾ ഉണ്ടാകും, അതൊരു നാണക്കേടല്ല. കർത്താവിനെ നിങ്ങൾ സൂക്ഷിക്കുകയാണ്, കർത്താവിന്റെ സാന്നിധ്യമാണ്. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ടേബിളിൽ ദൈവത്തിന്റെ സാന്നിധ്യം, ഈ വചനം നിങ്ങൾക്ക് തരും. പഠിക്കുന്നതിന് മുമ്പ് ഈ ബൈബിളിലെ ഒരു അധ്യായം വായിച്ചിട്ട് നിങ്ങൾ പഠിക്കാനിരുന്നാൽ ഇരട്ടി അഭിഷേകത്തോടെ ദൈവം നിങ്ങളുടെ പഠനങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വചനം പാലിക്കുന്നവന് നിങ്ങൾ ചോദിക്കുന്നത് എന്ത് ദൈവം കൊടുക്കും? അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ അതിന്റെ ആദ്യം മുതൽ ഇങ്ങനെ വചനം പാലിക്കുന്നവന് ലഭിക്കുന്ന അനുഗ്രഹത്തെ കുറിച്ച് പറയുക. നിങ്ങളുടെ കൃഷിയിടങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ഉദരഫലം അനുഗ്രഹിക്കപ്പെടും, വായ്പ വാങ്ങാൻ ഇടവരികയില്ല, നിങ്ങളുടെ ഭക്ഷണമേശ സമൃദ്ധമാകും എന്നെല്ലാം പറഞ്ഞ് വചനത്തെ കുറിച്ച് പറയുക. വചനം വായിക്കുകയും കേൾക്കുകയും പാലിക്കുകയും ചെയ്യുന്നവൻ ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കും. പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ദാനിയേൽ ഇങ്ങനെ അദ്ദേഹത്തിന്റെ വചനത്തെ കുറിച്ചുള്ള പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛൻ പറയും, നിങ്ങൾ ദിവസം 1/2 മണിക്കൂർ സമയം വചനം വായിക്കാനും വചനം കേൾക്കാനും സമയം കൊടുത്താൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തും ദൈവം നിങ്ങൾക്ക് തരും.
ഔറപ്പോടാണ്. ഇവിടെ വരെ ഞാനോ ദാനിയേൽ ചോറിനോ പറഞ്ഞ വാക്കുകളല്ല, പിന്നെ ആരുടെ വാക്കുകളാണ്? ദൈവത്തിന്റെ വാക്കുകളാണ്. ബൈബിൾ എഴുതി കഴിഞ്ഞ് അത് പൂർത്തീകരിക്കുമ്പോൾ ദൈവം അത് പറഞ്ഞുകൊണ്ടാണ്. വെളിപാട് പുസ്തകം 1:3 ഒന്ന് വായിക്കാമോ? വെളിപാട് 1:3. അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്നനുസരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുദപിക്കുകയും ചെയ്യുക. നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കടലിൽ പോലെ. വെളിപാട് 1:3. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹിക്കുക. വചനമെല്ലാം എഴുതി കഴിഞ്ഞിട്ട്, എല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ട് ബൈബിളിനെ ഇങ്ങനെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇതിൽ എഴുതിയിരിക്കുന്നതെല്ലാം വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കുന്നവരും അനുഗ്രഹിക്കുക. ഇവിടെ ഇത് 3 ചെയ്യണം. എന്തൊക്കെയാണ്? വായിക്കണം, കേൾക്കണം, ഇതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളവർ അനുഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം തന്ന 3 ശക്തമായ ആത്മീയ ആയുധങ്ങളാണ്. 1 വിശുദ്ധ കുർബാന, 2 പരിശുദ്ധ അമ്മ, 3 ദൈവത്തിന്റെ വചനം. ഈ 3 ആത്മീയ ആയുധങ്ങളും നമ്മുടെ കുടുംബത്തെ സാത്താന്റെ തന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഏറ്റവും ശക്തമായ ആത്മീയ ആയുധങ്ങളാണ്. ഇപ്പൊ നമ്മളുടെ വിഷയം നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ ഇന്നത്തെ വിഷയം നമുക്കറിയാം, പരിശുദ്ധ അമ്മയെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞു, സാത്താനെതിരെയുള്ള ഏറ്റവും ശക്തമായ ആത്മീയ ആയുധമാണ് അമ്മ. എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ സാത്താനെതിരെയുള്ള ആത്മീയമായ ആയുധമായി മാറുന്നെന്ന് നമ്മൾ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ 2 ബൈബിൾ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഉൽപ്പത്തി 3:15 വെളിപാട്. ഇത്രയും നമുക്ക് ഈ വചനം കേൾക്കുക, നമുക്ക് പഠിക്കുക. നമ്മൾ സാധാരണ നമ്മളോട് ഈ പരിശുദ്ധ അമ്മയ്ക്കെതിരെയൊക്കെ ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കത്തോലിക്കരായി നമുക്ക് തിരിച്ചു പറയാൻ കഴിയാത്തത്? നമുക്കൊക്കെ ഇതൊക്കെ ലീസ്റ്റ് ബോധേഡാണ് അല്ലേ? നമ്മളോട് ഈ പരിശുദ്ധ അമ്മ മൊട്ടത്തോടാണെന്നും അല്ലെങ്കിൽ അമ്മയോട് പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നും ഒക്കെ ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് അതിനൊന്നും ഉത്തരം കൊടുക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ്? നമ്മളതിനോട് അത്ര കണ്ടേ നമ്മൾ ഇതിനൊക്കെ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ അമ്മ സാത്താനെതിരെയുള്ള ഏറ്റവും ശക്തമായ ആയുധമാണെന്നുള്ളതിന്റെ 2 തെളിവുകളാണ് ഞാൻ പറഞ്ഞത്. 1 ഉൽപ്പത്തി 3:15. അവിടെ നമ്മൾ കാണും, സാത്താന്റെ തല തകർക്കുന്ന സന്തതിയെക്കുറിച്ചും സ്ത്രീയെക്കുറിച്ചുമുള്ള വാഗ്ദാനമാണ്. ഇനി വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ എന്താണ്? സാത്താന്റെ തല തകർക്കുന്ന സ്ത്രീ, സന്തതിക്ക് ജന്മം കൊടുക്കുന്ന സ്ത്രീയെക്കുറിച്ചും സന്തതിയെക്കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. വെളിപാട് 12-ൽ പറയുന്നത്, ഈ സ്ത്രീ ജന്മം കൊടുത്ത കുഞ്ഞ് ഈ മഹാസർപ്പത്തെ, മിശിഹ ഈശോ മഹാസർപ്പത്തെ തോൽപ്പിച്ച് വെളിപാട് 22-ാം അധ്യായത്തിൽ പറയും, അവൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിച്ചു, ദൈവരാജ്യം സൃഷ്ടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ബൈബിൾ മുഴുവൻ എന്തിന്റെ ചരിത്രമാണ്? തിന്മയെ തോൽപ്പിച്ച് ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന്റെ ചരിത്രമാണ്. ആ ചരിത്രത്തിൽ വലിയ പങ്ക് വഹിച്ചവളാണ് പരിശുദ്ധ അമ്മ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്, ബൈബിളിൽ എവിടെയൊക്കെയാണ് പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുന്നത്. അപ്പൊ നമ്മളൊരു ചോദ്യം ചിലപ്പോഴൊക്കെ ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഈ പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ ഈ ഭക്തിയും നമ്മളെ ഈ ബഹുമാനവും ഒക്കെ വചനാധിഷ്ഠിതമാണോ, വചനത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തൊരു ഉത്തരം കൊടുക്കും? അപ്പൊ അതിനുള്ള ഉത്തരമാണ് ഞാൻ പറയുന്ന ഉത്തരം ഇതാണ്: രക്ഷാകര ചരിത്രത്തിന്റെ തുടക്കം മുതൽ അതിന്റെ അവസാനം വരെ ആരുടെ സാന്നിധ്യമുണ്ട്? പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട്. അമ്മയെ കുറിച്ചുള്ള പരാമർശമുണ്ട്. അത് നമ്മൾ തെളിയിക്കാനാണ് ഇനി പോകുന്നത്. അപ്പൊ ഞാൻ ഇന്ന് പറയുന്നത്, ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിൽ എവിടൊക്കെ അമ്മയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ബൈബിൾ ഭാഗങ്ങളാണ്. പെട്ടെന്ന് പറയുകയുള്ളൂ, നമുക്ക് തരം വിശദീകരിക്കാൻ നമുക്ക് അധിക സമയമില്ല. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്.
ഒന്നാമത്തെ ബൈബിൾ ഭാഗം ഉൽപ്പത്തി 3:15 അത് നമ്മളിപ്പോ കണ്ടു. എന്താണ്? സർപ്പത്തിന്റെ തല തകർക്കുന്ന സന്തതിയെക്കുറിച്ചും സ്ത്രീയെക്കുറിച്ചുമുള്ള വാഗ്ദാനം. അതാണ് ആദ്യ സുവിശേഷം. ആ സ്ത്രീ ആരാണ്? സ്ത്രീ പരിശുദ്ധ അമ്മയാണ്. ഇനി ആ സന്തതി ആരാണ്? സർപ്പത്തിന്റെ തല തകർത്ത സന്തതി ആരാണ്? ഈശോയാണ്. കാരണം എന്താണ്? കുരിശിൽ വെച്ച് അവന്റെ ബലിയർപ്പണം മൂലം അവൻ സാത്താന്റെ തല തകർത്തു. ഇപ്പൊ സാത്താന്റെ തല തകർത്ത ഒരേ ഒരാളെ ഉള്ളൂ. അതാരാണ്? ഈശോയാണ്. അങ്ങനെയാണെങ്കിൽ ഉൽപ്പത്തി 3:15 പറയുന്ന സന്തതി ആരാണ്? ഈശോയാണ്. ഇനി നമ്മൾ ബൈബിളിൽ കുറച്ചുകൂടി മുൻപോട്ട് പോവുകയാണ്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം. ഏശയ്യാ 7:14 വായിക്കാമോ? ഏശയ്യാ 7:14. ഇവിടെ നമ്മള് ഒരു സാധാരണ ഒരു ധ്യാന പ്രസംഗം പോലെ, കരിസ്മാറ്റിക് ധ്യാന പ്രസംഗം പോലെ അല്ല അച്ഛൻ പറഞ്ഞിരിക്കുന്നതും. നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ചുള്ള പഠനമാണ്. അതുകൊണ്ട് അത്തരത്തിൽ നിങ്ങളതിനെ കാണണം, നമുക്കത് മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സാധാരണ ഒരു കരിസ്മാറ്റിക് പ്രസംഗം പോലെ അല്ല ഒരു വചനത്തെ സംബന്ധിച്ചുള്ള ഈ 3 ദിവസങ്ങളിലും അങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ ഉൽപ്പത്തി 3:15. ഇനി അടുത്തതാണ് ഏശയ്യാ 7:14 വായിക്കാമോ? യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അപ്പോ ഉൽപ്പത്തി 3:15 പറഞ്ഞ സ്ത്രീയും സന്തതിയും ആരാണെന്ന് കുറച്ചുകൂടി വ്യക്തമാക്കിയാണ് ഇവിടെ ഏശയ്യാ 7:14. ആ സന്തതിയുടെ ഒരു പേര് പറഞ്ഞു. എന്താണ് പേര്? അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഒരു യുവതി, ഒരു സ്ത്രീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ എങ്ങനെ പേര് വിളിക്കപ്പെടും? എമ്മാനുവേൽ എന്ന് പേര് വിളിക്കപ്പെടും. ഉൽപ്പത്തി 3:15 സന്തതി, സ്ത്രീയുടെ സർപ്പത്തിന്റെ തല തകർക്കുന്ന സന്തതിയെ കുറിച്ച് പറഞ്ഞു. ഏശയ്യാ 7:14 എത്തുമ്പോ ആ സന്തതിയുടെ പേര് പറഞ്ഞു. എന്താണ് പേര്? എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ പ്രവചനം പൂർത്തിയായി എപ്പോഴാണ്? ഈശോയുടെ ജനനസമയത്ത്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 23-ാം വാക്യം. മത്തായി 1:23 വായിക്കാമോ? മത്തായി 1:23. അപ്പോ പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. അപ്പൊ രണ്ടാമത്തെ വിഭാഗം ഏതാണ്? ഏശയ്യാ 7:14. ഇത് ഇപ്പൊ തന്നെ പഠിക്കണം. ഒന്നാമത്തേത് ഉൽപ്പത്തി 3:15. 2 ഏശയ്യാ 7:14. അവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ എങ്ങനെ വിളിക്കപ്പെടും? എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇനിയും ബൈബിൾ കുറച്ചുകൂടി ഇങ്ങോട്ട് പോവുകയാണ്. മീഖായുടെ പുസ്തകം, മീഖ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം. മീഖ 5:2 വായിക്കാമോ? അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ്. അതിനാൽ ഈറ്റുനോവെടുത്തവൾ പ്രസവിക്കുന്നത് വരെ അവൻ അവരെ പരിത്യജിക്കും. ഇനി മീഖായുടെ പുസ്തകത്തിൽ എത്തിയപ്പോഴേക്കും ഈ സന്തതി ജനിക്കുന്ന സ്ഥലത്തെ കുറിച്ചാണ് പറയുന്നത്. എവിടെയാണ് സ്ഥലം ജനിക്കുന്നത്? ബേത്ലഹേമിൽ, ഏറ്റവും താഴ്ന്ന നിലയിലുള്ള ഒരു പട്ടണമാണെങ്കിലും നീ ഏറ്റവും വലുതാണ്. കാരണം എന്താണ്? ഈ നിന്നെ ഭരിക്കാനുള്ളവൻ നിന്നിൽ നിന്ന് ജനിക്കും. അപ്പോ മീഖ 5 തുടർന്ന് പറയുകയാണ്, പ്രസവ വേദന അനുഭവിച്ചവൾ പ്രസവിക്കുന്നത് വരെ അവൻ നിന്നെ പരിത്യജിക്കും, അതിനുശേഷം അവരെന്ത് ചെയ്യുന്നതാണ്? കൂട്ടിച്ചേർക്കുന്നതാണ്. ആരാണ് ഈ പ്രസവ വേദന അനുഭവിക്കുന്നവൾ? ഉൽപ്പത്തി വെളിപാട് പുസ്തകം വായിച്ചപ്പോഴും 12-ാം അധ്യായം വായിച്ചപ്പോഴും പരിശുദ്ധ അമ്മയെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്? അവൾ പ്രസവ വേദനയാൽ പുളയുകയാണ് എന്നാണ്. അപ്പൊ ഈ ബേത്ലഹേമിൽ ജനിക്കാൻ പോകുന്ന ശിശുവിന് ജന്മം നൽകുന്ന സ്ത്രീയെ കുറിച്ചാണ് അവൾ പറയുന്നത്. അവൾ പ്രസവ വേദനയാൽ ഈറ്റുനോവ് അനുഭവിക്കുന്നവൾ, പ്രസവിക്കുന്നത് വരെ അവൻ അവളെ പരിത്യജിക്കും.
അപ്പോ പഴയ നിയമത്തിലെ 3 ഭാഗങ്ങൾ നമ്മൾ കണ്ടു. ഏതൊക്കെയാണ്? ഉൽപ്പത്തി 3:15. 3:15 ഞാൻ പറഞ്ഞു ഇതിനെ കുറിച്ചാണ് പറയുക? സർപ്പത്തിന്റെ തല തകർക്കുന്ന സ്ത്രീയെ കുറിച്ചും സന്തതിയെ കുറിച്ചും, ഒരു രക്ഷകനെ കുറിച്ചുള്ള വാഗ്ദാനമാണ്. പിന്നീട് രണ്ടാമത്തെ ഭാഗമാണ് യേശയ്യ 7:14. അവിടെ എന്താണ് പറയുക? ഈ ജനിക്കുന്ന ശിശുവിന്റെ പേരെന്താണ്? എമ്മാനുവേൽ. യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ എങ്ങനെ വിളിക്കപ്പെടും? എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇനി മീഖ 5:2 യേശു ജനിക്കാൻ പോകുന്ന സ്ഥലം ഏതാണ്? ബേത്ലഹേം എന്ന് വിളിക്കപ്പെടും. ബേത്ലഹേമിലാണ് ഈ ശിശു ജനിക്കുന്നത്. ഈ പ്രവചനം പൂർത്തിയായി എപ്പോഴാണ്? മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 6-ാം വാക്യം. മത്തായി 2:6 വായിക്കാമോ? ഈശോയുടെ ജനന സമയത്ത്, ബേത്ലഹേമിൽ ഈശോ ജനിച്ച സമയത്ത് ഈ പ്രവചനം എന്ത് ചെയ്തു? പൂർത്തിയായി. അപ്പൊ പഴയ നിയമത്തിൽ നമ്മൾ എവിടെയൊക്കെ കണ്ടു? 3 ഇടങ്ങളിൽ ആരെ കണ്ടു? പരിശുദ്ധ അമ്മയെ കണ്ടു, അല്ലേ? ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോ നമുക്കറിയാം, സുവിശേഷങ്ങൾ, മത്തായിയുടെ സുവിശേഷം 1-ഉം 2-ഉം അധ്യായം നമുക്കറിയാം. ഈശോയുടെ ജനനം, ഈജിപ്തിലേക്കുള്ള പലായനം, ഈജിപ്തിൽ നിന്നുള്ള തിരിച്ചുവരവ്, ഇവിടെ എല്ലാം ആരെ കുറിച്ചുള്ള പരാമർശമുണ്ട്? പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള പരാമർശമാണ്. ഞാനത് വിശദീകരിക്കേണ്ടതില്ല. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 1-ഉം 2-ഉം അധ്യായങ്ങൾ. ഇനി ലൂക്കോസിന്റെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? മർക്കോസിന്റെ സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള പരാമർശം എവിടെയെങ്കിലും ഉണ്ടോ? 3-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വാക്യം. മർക്കോസ് 3:31 മുതൽ 35 വരെ വായിക്കാമോ? അവന്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയച്ചു. ജനക്കൂട്ടം അവന് ചുറ്റും ഇരിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും എന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു. അതാണ് സംഭവം. എന്താണ്? ഈശോ ഒരിക്കൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ ഈശോയെ കാണാനായി അവന്റെ അമ്മയും അവന്റെ സഹോദരന്മാരും വന്നു. അപ്പോൾ ഈശോ പറഞ്ഞു, ആരാണ് എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും? ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിക്കുന്നവരാരോ അവരാണ് എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും. ഇപ്പൊ മർക്കോസിന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ ആരെ കുറിച്ച് പരാമർശമുണ്ട്? അമ്മയെ കുറിച്ചുണ്ട്. ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോ, ലൂക്കോസിന്റെ സുവിശേഷം 1-ഉം 2-ഉം അധ്യായങ്ങൾ മുഴുവൻ മംഗളവാർത്ത, എലിസബത്തിനെ സന്ദർശിക്കുന്നത്, ഈശോയുടെ ജനനം, ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നത്, 12-ാം വയസ്സിൽ ഈശോയെ കാണാതെ പോകുന്ന ഈ സംഭവങ്ങളെല്ലാം ലൂക്കോസിന്റെ സുവിശേഷം 1-ഉം 2-ഉം അധ്യായം. ഇനി ഒരു ഭാഗങ്ങളുണ്ട്. ഏതാണെന്ന് പറയാമോ? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരധ്യായം കൂടെ പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ അതിന്റെ 27-ഉം 28-ഉം വാക്യം. ലൂക്കോസ് 11, 27, 28 വായിക്കാമോ? നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. പരിശുദ്ധ അമ്മയെ കുറിച്ച് ഒരു സ്ത്രീ ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അപ്പോ ലൂക്കോസിന്റെ സുവിശേഷത്തിലുണ്ട്. ഇനി യോഹന്നാന്റെ സുവിശേഷത്തിൽ 2 ഇടങ്ങളിൽ എവിടെയൊക്കെയാണ്? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലും അവിടെ എന്താണ് കാനായിലെ കല്യാണം വരുന്നത്. 2-ാമത്തെ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 19, 25 മുതൽ 27 വരെ ആ ഭാഗം നമുക്കറിയാം. പരിശുദ്ധ അമ്മയെ യോഹന്നാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ഭാഗമാണ്. ഇത് നമുക്കറിയാം സുവിശേഷങ്ങൾ. ഇനി അടുത്ത വിഭാഗം ഏതാണ്? പുസ്തകം ഏതാണ്? അപ്പോസ്തല പ്രവർത്തനം. അവിടെ എവിടെയെങ്കിലും അമ്മയെ കുറിച്ച് പറയുന്നുണ്ടോ? ഉണ്ടോ? അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും, യേശുവിന്റെ അമ്മയായ മറിയത്തോടുകൂടെ അവർ ഒന്നിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ആവസിച്ചു. ഇപ്പൊ സഭ ആരംഭിക്കുന്നത് ആരുടെ സാന്നിധ്യത്തിലാണ്?
പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലാണ്. അപ്പോൾ അപ്പോസ്തല പ്രവർത്തനം 1:14 ആരെക്കുറിച്ച് പറയും? പരിശുദ്ധ അമ്മയെക്കുറിച്ച്. ഇനി അടുത്തത്, ഞാനിത് ബൈബിൾ ഭാഗം മാത്രം പറഞ്ഞു പോവുകയാണ്. അടുത്ത ഭാഗം നമുക്കറിയാം, പൗലോസ്ലീഹയുടെ ലേഖനമാണ്. എവിടെയെങ്കിലും പറയുന്നുണ്ടോ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ 14 ലേഖനങ്ങളിൽ, കാതോലിക ലേഖനങ്ങൾ ഉൾപ്പെടെയുള്ള ലേഖനങ്ങളിൽ എവിടെയെങ്കിലും അമ്മയെക്കുറിച്ച് പറയുന്നുണ്ടോ? ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും, കാലത്തിന്റെ സമ്പൂർണതയിൽ സ്ത്രീയിൽ നിന്ന് ദൈവപുത്രൻ ജാതനായി. ഇവിടെ സ്ത്രീ എന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം ഞാൻ പിന്നീട് വിശദീകരിക്കും. അപ്പോ കാലത്തിന്റെ സമ്പൂർണതയിൽ സ്ത്രീയിൽ നിന്ന് ജാതനായി. അപ്പോ ഈ ലേഖനങ്ങളിലും പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഇനി ബൈബിളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകം ഏതാണ്? വെളിപാട് പുസ്തകം. വെളിപാട് പുസ്തകത്തിന്റെ 12-ാം അധ്യായം ഞാൻ പറഞ്ഞു. 12-1 മുതലുള്ള അധ്യായം ആരെക്കുറിച്ചാണ്? സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ എന്ന് പറയുന്ന പരാമർശം. യോഹന്നാൻ കണ്ട ദർശനം ആരെക്കുറിച്ചാണ്? പരിശുദ്ധ അമ്മയെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ബൈബിളിലെ പുസ്തകങ്ങളിലെല്ലാം ആരുടെ സാന്നിധ്യമുണ്ട്? പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ രക്ഷാകര ചരിത്രം മുഴുവൻ ആര് നിറഞ്ഞു നിൽക്കുന്നു? പരിശുദ്ധ അമ്മ നിറഞ്ഞു നിൽക്കുന്നു. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയായിരുന്നില്ല ദൈവം, ഇത് പരിശുദ്ധ അമ്മ. പിന്നെ എന്താണ്? ആദിമകാലം മുതലേ ദൈവത്തിന്റെ മനസ്സിൽ രൂപം കൊടുത്ത ഒരു രൂപമായിരുന്നു അത്. ആരുടേത്? പരിശുദ്ധ അമ്മയുടെ. അതുകൊണ്ടാണ് അത്രമാത്രം ദൈവം ബഹുമാനിക്കുന്ന രക്ഷാകര ചരിത്രത്തിൽ ഇത്രമാത്രം ഉൾപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് സാത്താൻ ആരെ ഭയക്കുന്നത്? പരിശുദ്ധ അമ്മയെ ഭയക്കുന്നത്. ഒരു രക്ഷാകര ചരിത്രത്തിൽ ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ തന്റെ ഇടത്തോടെ പറയണം, ബൈബിളിന്റെ തുടക്കം മുതൽ അതിന്റെ അവസാനം വരെ ആരെക്കുറിച്ച് പറയുന്നുണ്ട്? പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മളൊരു പുസ്തകം എഴുതുമ്പോൾ അതിന്റെ ഇൻട്രൊഡക്ഷനിൽ ഒരു കാര്യം പറഞ്ഞിട്ട് കൺക്ലൂഷനിൽ അത് എടുത്തു പറയുകയാണെങ്കിൽ ആ ഭാഗം ആ പുസ്തകത്തിൽ മുഴുവൻ ഇൻട്രൊഡക്ഷനിൽ പറയുന്നതും കൺക്ലൂഷനിൽ പറയുന്നതും നമ്മൾ സാധാരണ എന്താണ്? ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങളാണ്, അല്ലേ? എന്താണ് എഴുതാൻ പോകുന്നതെന്നാണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്, എന്താണ് എഴുതിയതെന്നാണ് കൺക്ലൂഷനിൽ പറയുന്നത്. ബൈബിളിന്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നു, സർപ്പത്തിന്റെ തല തകർത്ത ഒരു സ്ത്രീയെക്കുറിച്ചും സന്തതിയെക്കുറിച്ചും പരാമർശിച്ച് തുടങ്ങുന്നു ഇൻട്രൊഡക്ഷനിൽ. അതിന്റെ കൺക്ലൂഷനിൽ സർപ്പത്തിന്റെ തല തകർത്തവനെ കുറിച്ചും സർപ്പത്തിന്റെ തല തകർത്തവന് ജന്മം കൊടുത്ത സ്ത്രീയെക്കുറിച്ചും പറഞ്ഞ് ബൈബിൾ അവസാനിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ചരിത്രം മുഴുവൻ ആരുണ്ട്? അമ്മയുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ സംശയിക്കേണ്ടതില്ല, നമ്മൾ ബഹുമാനിക്കുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും ദൈവം നമുക്ക് കാണിച്ചു തന്ന ഒരാളെയാണ്. ഇനി രണ്ടാമതൊരു കാര്യം കൂടി, പരിശുദ്ധ അമ്മയെ. അപ്പൊ ഒന്നാമത്തെ ഉത്തരം നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മൾ അമ്മയെ ബഹുമാനിക്കുന്നതിന്റെ കാരണം? ദൈവം മുൻകൂട്ടി തെരഞ്ഞെടുത്തിരുന്നവളാണ് ആര്? പരിശുദ്ധ അമ്മ. ദൈവം തന്റെ രക്ഷാകര ചരിത്രത്തിൽ പങ്കുവഹിക്കാൻ തെരഞ്ഞെടുത്തയാളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, എന്തിനാണ് നിങ്ങൾ അമ്മയെ ബഹുമാനിക്കുന്നതെന്ന് ചോദിച്ചാൽ നാളെ നിങ്ങൾ തന്റെ ഇടത്തോടെ പറയണം, എന്റെ ദൈവം അനാദിയിലെ തെരഞ്ഞെടുത്ത ഒരാളാണ്, എന്റെ രക്ഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ഒരാളാണ്. ആര്? പരിശുദ്ധ അമ്മ. എന്റെ രക്ഷകന് ജന്മം കൊടുക്കാനായി തെരഞ്ഞെടുത്ത ഒരാളാണ് പരിശുദ്ധ അമ്മ. അത് ബൈബിളിലുടനീളം എൻ്റെ അമ്മയെ കുറിച്ചുള്ള പരാമർശമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അമ്മയെ ബഹുമാനിക്കുന്നതെന്ന് പറയണോ. ഇനി ഇവിടെ രണ്ടാമത്തെ ഒരു ചോദ്യം ഇതാണ്, ഈ ആദ്യമായി ദൈവം ഇങ്ങനെ തിരഞ്ഞെടുക്കുക മാത്രമല്ല, ഈ അമ്മയെ ആദ്യമായി ബഹുമാനിച്ചത് ആരാണ്? ആദ്യമായി ബഹുമാനിച്ചത് ആരാണ്? ദൈവമാണ്, അല്ലേ? ദൈവമാണ്. നമുക്ക് തെളിവുണ്ട്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യം. ലൂക്ക 1:28. ലൂക്ക 1:28 നമുക്കറിയാവുന്ന വാക്യമാണ്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ആര് പറഞ്ഞു എന്നാണ്? ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു. ആരോട്? പരിശുദ്ധ അമ്മയോട്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ഇവിടെ ഞാനൊരു സന്ദേശം പറയാൻ ഒരാളുടെ അടുക്കിലേക്ക് ഒരാളെ വിട്ടാൽ ആ ആളിന് പറയേണ്ടത് ആരുടെ സന്ദേശമാണ്? എന്റെ സന്ദേശമാണ്, അല്ലേ? അയാളുടെ സ്വന്തം ഇഷ്ടമല്ല.
ഞാൻ പറഞ്ഞു വിടുന്ന സന്ദേശമാണ്. ഗബ്രിയേൽ ദൂതൻ ഈ അമ്മയുടെ അടുക്കലെത്തി പറയുന്ന ദൈവത്തിന്റെ സന്ദേശമാണ്. അപ്പൊ ദൈവത്തിന്റെ മനസ്സറിയിക്കുകയാണ്, അവളെ വിളിക്കുകയാണ്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. പ്രിയപ്പെട്ടവരെ, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ ആദ്യത്തെ വരി ഇതാണ്: കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. അപ്പൊ ഞാനും നിങ്ങളും 150 പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോഴും ഓർത്തിരിക്കണം, അതാരുടെ വാക്കായി ഏറ്റു ചൊല്ലുന്നത്? ദൈവത്തിന്റെയാണ്. ദൈവത്തിന്റെ വചനം ഉരുവിടുമ്പോഴെല്ലാം അത് കേൾക്കുന്നവരെയും ഉരുവിടുന്നവരെയും അത് ഉച്ചരിക്കുന്ന ഇടങ്ങളെയും അത് ഒരുപോലെ വിശുദ്ധീകരിക്കും.